ഹലോ ഫ്രണ്ട്സ്, ഞാൻ 1.5 മാസമായി വീഡിയോ ചെയ്തിട്ട്. ഈ വീട്ടിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, ഇൻറ്റീരിയർ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമയം കിട്ടാഞ്ഞിട്ടാണ്. അറിയാലോ, വീട്ടിൽ താമസിക്കുകയും ചെയ്ത് അതിനുള്ളിൽ കൂടെ വർക്കും കൂടി നടക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും സമയം കിട്ടില്ല. കുട്ടികളും ഒക്കെ ഉള്ള വീടാണ്, അതുകൊണ്ട് സമയം കിട്ടാഞ്ഞിട്ടാണ്. ഇതിപ്പോൾ ചെറുതായിട്ട് ഞാൻ മുമ്പുള്ള വീടിൻ്റെ ഒന്നും ഞാൻ എടുത്തതില്ല. പക്ഷേ ഞാനിപ്പോൾ ചെയ്തത് ചെറുതായിട്ടൊന്ന് കാണിക്കുക, എന്താണ് ഈ വർക്ക് ചെയ്തതെന്നുള്ളത്, എന്താ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തതെന്നുള്ളത് കാണിക്കുക. പിന്നെ ഇത് ചെയ്തു തന്ന ആൾ നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെയാണ് ചെയ്തു തന്നത്. ഓക്കെ, നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ചെറുതായി കുറച്ചേ ഉള്ളൂ, പക്ഷേ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇത് ആണ് വീടിൻ്റെ എൻട്രൻസ് ഡോറ്. ഇത് ചെറിയൊരു ലിവിങ് റൂമാണ്. ഇത് വാട്ടർ റിപ്പിൾ ഷീറ്റ് എന്നതിന് പറയുന്നത്. വാൾപേപ്പറിന് പകരം ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ്ങിൽ നടക്കുന്നത്. പിന്നെ ജിപ്സം വർക്കൊക്കെ വളരെ കുറച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഈ മുകളിൽ പിന്നെ പ്രൊഫൈൽ ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് റിപ്പിൾ ഷീറ്റിൻ്റെ അവിടെ സൈഡ് ജോയിൻറ്റിന് ഒരു ഗോൾഡൻ ബീഡിങ് പട്ടി ഇതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് വലിയൊരു ഹാളിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. മുകളിൽ സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ടി വി യൂണിറ്റ് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ്, എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് കാണിക്കുന്നത്. ഇതാ സോഫ എല്ലാം പുതിയത് മേടിച്ചതാണ്. പിന്നെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. വല്ലപ്പോഴും എടുക്കുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ അത് നല്ലതാണ്. ഇവിടെയും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറുതായിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടി വിൻ്റെ യൂണിറ്റിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മളുടെ സ്വിച്ച് ബോർഡൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരുപാട് സ്വിച്ചസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല, അതുകൊണ്ട് അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ലൂവേഴ്സ് എന്ന് പറയുന്നത്. ലൂവേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ താഴെയുള്ളൊരു ചെറിയ ബെഡ്റൂമാണിത്, കുട്ടികൾക്കുള്ള. ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഇത് ഓൾറെഡി അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ വാഷ് ബേസിനൊന്ന് മാറ്റിയിട്ടുണ്ട്, അത്രേ ചെയ്തുള്ളൂ. പിന്നെ കിച്ചണെല്ലാം ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു ബെഡ്റൂമും കൂടിയാണ്, സെക്കൻഡ് ബെഡ്റൂമാണ് താഴെയുള്ള.
ഇത് മോൻ്റെ സ്റ്റഡി ടേബിളാണ് എടുത്തുള്ളത്. പിന്നെ ഫുൾ മുകളിൽ നിന്ന് തൊട്ട് താഴെ വരെ വലിയൊരു കബോർഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുൾ സീലിംഗ് ടച്ച് ചെയ്തുകൊണ്ട് ഫുൾ കബോർഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് അറിയില്ല ആ വിധത്തിൽ ഒരു ഡ്രസ്സിങ് ടേബിളിന് പകരം ഇങ്ങനെ ഇതെല്ലാം വെക്കാൻ വേണ്ടി നമ്മുടെ ബാംഗിൾസും സ്പ്രേയും ബോട്ടലും മേക്കപ്പ് സെറ്റ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി സൈഡിൽ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ജെൻസിന് വേണ്ടിയിട്ട് ഒക്കെ ഉള്ളിൽ വല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഈ സൈഡിലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ തുണിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാരികളൊക്കെ, സാരി കളക്ഷൻസാണ് എൻ്റെ. കിച്ചൺ പിന്നെ നമ്മൾ കാണിച്ചതാണ് മുമ്പ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടി ഇത് ഓപ്പൺ കിച്ചണാണ്. ഡൈനിങ് വിത്ത് കിച്ചൺ രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് ഓപ്പൺ ആയിട്ടാണുള്ളത്. ഇത് മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു, കിച്ചണിൻ്റെ വർക്ക് നടന്ന സമയത്ത് കാണിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയർ വർക്ക് നടന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ നമ്പറെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്, പേരും നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണമാണ് എനിക്ക് ഒരു കുക്കിങ്ങും ഒന്നും ചെയ്യാൻ സമയം കിട്ടാതിരുന്നത്. അപ്പോൾ ഇത് ഇതെല്ലാം കഴിഞ്ഞു, എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി വേണം കുക്കിങ്ങിലേക്ക് കടക്കാൻ. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ കുക്കിങ്ങിലേക്ക് നിങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ ബാക്കി നമ്മളുടെ ഇതുവരെ നിന്ന് പോയിട്ടുള്ള അവിടുന്ന് അങ്ങോട്ട് ഇനി നമുക്ക് തുടങ്ങാം. 1.5 മാസം 2 മാസത്തോളമായി ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു. ഓക്കെ എന്നാൽ ബായ്.